ശ്രീ രാജഗോപാൽ, സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇപ്പോൾ ആ കേസ് അന്വേഷിക്കുന്ന SIT തലവന് തന്നെ മുന്നിലേക്കാണ് ഈ പരാതി വരുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതായത് പണം വാങ്ങി ഭൂമി അതിന് ഈടുവെച്ചു, പക്ഷേ ആ ഭൂമി പിന്നീട് മറിച്ചു വെച്ചു. രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല, അതിനൊന്നും ആവശ്യമില്ല, എല്ലാം വിശ്വാസമല്ലേ എന്നുള്ളതാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഇപ്പൊ ബാംഗ്ലൂരിലെ കണ്ടെത്തിയിട്ടില്ലേ? ബാംഗ്ലൂരിലെ SIT സമാനമായ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി തട്ടിപ്പാണ്, ഭൂമി ഏറ്റെടുക്കുക, അതിനുശേഷം അത് മറിച്ചു വിൽക്കുക. ഈ തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില പേരുകളും ഇതിനകത്ത് പ്രതിസ്ഥാനത്തുള്ള മറ്റു ചിലരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആധികാരികത നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും SIT അതുമൊക്കെ അന്വേഷിക്കുമെന്ന് തോന്നുന്നു. അത്തരം പരാതികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊരു അത്ഭുതം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവനന്തപുരത്ത് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. ബാംഗ്ലൂരിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫണ്ട് ഉണ്ടാകാമല്ലോ. കിട്ടുന്ന ഫണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനകത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നന്നായിട്ട് പണം മുടക്കിയതായിട്ട് നേരത്തെ തന്നെ വാർത്തകളും ചില സൂചനകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തില് ഇപ്പൊ ഈ കഴക്കൂട്ടത്താരാണ് വന്നിരിക്കുന്നത്, അതുപോലെ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ടുള്ള ഭൂമി ബിസിനസ് നടന്നതായിട്ടാണ് അന്ന് ചില സൂചനകളൊക്കെ വന്നിരുന്നത്. അതിന്റെ ഒരു തെളിവായിട്ടായിരിക്കാം SIT തലവന് അത് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണങ്ങൾ വരും, തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ വരും. ഇവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരിലുള്ളത് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അവർ ഏതാണ്ട് 1.35 കോടിയുടെ വസ്തു അവിടെ കണ്ടെത്തിയിട്ട് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവർ മരവിപ്പിച്ച് നടത്തിയിട്ടുണ്ട്, സ്വത്ത് മരവിപ്പിച്ച് നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളില്ലെന്ന് തോന്നുന്നു. ഇനി ഇതിനകത്ത് ആരൊക്കെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് അതാണ് അറിയേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിൽ ഈ പ്രതിപ്പട്ടികയിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിലാണ് വിശദമായിട്ടൊരു അന്വേഷണം വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.